വിശദമായ വാർത്തകളിലേക്ക്. ജേക്കബ് തോമസിന്റെ സ്ഥലം മാറ്റ വിവാദം പുകയുന്നു. ജേക്കബ് തോമസിന്റെ നിലപാടുകൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയെന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സ്ഥാനമാറ്റം മന്ത്രിസഭാ തീരുമാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്ഥാനമാറ്റത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച് VM സുധീരനും രംഗത്തെത്തി. വിവരങ്ങളുമായി അതിനു മുൻപ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. ശ്രീ ജേക്കബ് തോമസിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ മഞ്ഞളാംകുഴി അലിയെയും കുറ്റക്കാരാക്കിക്കൊണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. അവർക്കത് യാതൊരു പങ്കുമില്ല. അവർക്ക് രണ്ടുപേർക്കും പങ്കില്ല. ഇത് ക്യാബിനറ്റ് ചർച്ച ചെയ്ത് ക്യാബിനറ്റ് എടുത്ത തീരുമാനമാണ്. വിവരങ്ങളുമായി ജീവൻകുമാർ ചേരുന്നു. ജീവൻ, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്? എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുന്നത്? സുരാജ്, രാവിലെ VM സുധീരൻ ഈ കാര്യത്തിൽ അർഹരായ ഉദ്യോഗസ്ഥരെ, കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്ന സർക്കാർ നിലപാടിനെതിരെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. സുധീരന്റെ ഈ വാക്കുകൾക്ക് മറുപടി പറയാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി അസാധാരണമായ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. ജേക്കബ് തോമസിനെ ഫയർഫോഴ്സിന്റെ ചുമതലകളിൽ നിന്ന് മാറ്റിയ സംഭവത്തിൽ മറ്റാർക്കുമല്ല, തനിക്ക് തന്നെയാണ്, ക്യാബിനറ്റിന്റെ തലവൻ എന്ന നിലയിൽ തനിക്ക് തന്നെയാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. സർക്കാരിന്റെ പല തീരുമാനങ്ങളെയും ജേക്കബ് തോമസ് അട്ടിമറിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യാണെന്ന് മുഖ്യമന്ത്രി കടുത്ത രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലാണ് ജേക്കബ് തോമസിന്റെ പെരുമാറ്റങ്ങൾ ഉണ്ടായത്. സർക്കാരിന് ജനപക്ഷത്തു നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാനാവൂ. പലപ്പോഴും ഫ്ളാറ്റ് നിർമ്മാണ രംഗത്ത് ജേക്കബ് തോമസിന്റെ നിലപാടുകൾ ഫ്ളാറ്റ് നിർമ്മാണം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യം പലപ്പോഴും സംജാതമായിരിക്കുന്നു. അത്തരം കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി അഴിച്ചുവിട്ടത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഫയർഫോഴ്സിന്റെ ആംബുലൻസ് എത്താത്തത് മൂലം രോഗി ചികിത്സ കിട്ടാതെ മരിച്ച സംഭവം അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. ഒപ്പം താമരശ്ശേരി ചുരത്തിലും പത്തനംതിട്ട മണ്ണാറക്കുറിച്ചിയിലും റോഡിൽ മരം വീണപ്പോൾ നാട്ടുകാർ ഫയർഫോഴ്സിന്റെ സഹായം തേടി. എന്നാൽ മരം മുറിക്കുന്നത് സംബന്ധിച്ച് ഫയർഫോഴ്സിന്റെ പണിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജേക്കബ് തോമസ് ഇറക്കിയ സർക്കുലർ പലപ്പോഴും ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്ക് വിഘാതം നിൽക്കുന്നു. സർക്കാരിന്റെ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും വിഘാതമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ അത് ആര് തന്നെയാണെങ്കിലും അദ്ദേഹത്തിന് സ്ഥാനഭ്രംശം ഉണ്ടാകും എന്ന കൃത്യമായ മറുപടി തന്നെയാണ് മുഖ്യമന്ത്രി തന്റെ വാർത്താ സമ്മേളനത്തിൽ 40 മിനിറ്റ് നീണ്ട വാർത്താ സമ്മേളനത്തിലുടനീളം പറഞ്ഞത്. ഇനി വരാൻ പോകുന്ന പുതിയ ADGP ഈ കാര്യത്തിൽ സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോയ ഫ്ളാറ്റുകളുടെ കാര്യത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ സർക്കാർ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി തന്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. സുരാജ്, ശരി. ജീവൻകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്നും. ഫോർട്ട് കൊച്ചി ബോട്ട് അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കൊച്ചി കോർപ്പറേഷൻ യോഗത്തിൽ സംഘർഷം. മേയറെ LDF അംഗങ്ങൾ ഉപരോധിച്ചു. സമരം ശക്തമാക്കാൻ LDF തീരുമാനം. വിവരങ്ങളുമായി ബിജേഷ് നിരഞ്ജൻ ചേരുന്നു. ബിജേഷ്, പറയൂ. സുരാജ്, ഫോർട്ട് കൊച്ചി ബോട്ട് അപകടത്തെ തുടർന്ന് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ തുടങ്ങിയ സമരമാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ കൗൺസിൽ യോഗം തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ചെറിയ ബഹളങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചി ബോട്ട് അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് കൗൺസിലർമാർ എല്ലാവരും തന്നെ ആവശ്യപ്പെട്ടു. പക്ഷേ മേയർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ നിരവധി തവണ ഈ വിഷയത്തെക്കുറിച്ച് മേയറോട് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ തന്നെ അദ്ദേഹം തുടർന്ന മൗനം തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്ന് അദ്ദേഹത്തെ മേയറെ പ്രതിപക്ഷ കൗൺസിലർമാർ എല്ലാം കൂടെ തന്നെ തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം പുറത്ത് ആണെങ്കിൽ വലിയ ഒരു ജനസഞ്ചയം തന്നെയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 ദിവസമായിട്ട് നിരാഹാര സത്യാഗ്രഹം ഇവിടെ തുടരുകയാണ്. അതിനെ തുടർന്ന് ഉള്ള ആ 2 പേരെ ഇന്ന് ആരോഗ്യപരമായ കാരണങ്ങളാൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ സമരവുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിയവരാണ് നിരവധി പേർ. പക്ഷേ അപ്പോൾ കൗൺസിലിനകത്ത് ഇത്തരത്തിൽ ഒരു വിഷയം നടക്കുന്നു എന്നറിഞ്ഞ പ്രവർത്തകർ എല്ലാം തന്നെ ഇവിടെ തടിച്ചുകൂടുകയും ഈ സമരത്തിൽ പങ്കാളികളാവുകയും ചെയ്തു. ആരും തന്നെ ഇപ്പോഴും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. വലിയ ഒരു പോലീസ് സന്നാഹം തന്നെ ഇവിടെയുമുണ്ട്. അതിനിടയിൽ ചെറിയ തോതിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രവർത്തകരുടെ ശക്തമായ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് പോലീസിനെ
അതിൽ നിന്നും പിൻവാങ്ങേണ്ടിയും വന്നു. എന്തായാലും ഇപ്പോഴും സമരം ശക്തമായി തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. കൗൺസിലർമാരും ഇടതുപക്ഷ വലതുപക്ഷ കൗൺസിലർമാർ എല്ലാവരും മേയറും എല്ലാം തന്നെ കൗൺസിൽ നടക്കുന്ന ഹാളിന് അകത്താണ് ഉള്ളത്. ഇപ്പോഴും പുറത്ത് വലിയ ഒരു ജനക്കൂട്ടം ഉണ്ട്. ഓരോ നിമിഷവും ശരി, ബിജേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്നും. ഹനീഫ വധക്കേസിൽ തന്നെ പ്രതിയാക്കാൻ ആസൂത്രിത ശ്രമമെന്ന് CN ബാലകൃഷ്ണൻ. ഇതിനു മുൻപും പാർട്ടിക്കുള്ളിൽ നിന്ന് സമാന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഗ്രൂപ്പുകളുടെ പേരിൽ പലരും മലർന്നു കിടന്ന് തുപ്പുകയാണെന്നും കോൺഗ്രസിനെതിരെ പ്രവർത്തിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. VM സുധീരനെ ഒഴിവാക്കി പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ AI ഗ്രൂപ്പുകൾ ചർച്ച തുടങ്ങിയതിന് പിന്നാലെയാണ് തനിക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി CN ബാലകൃഷ്ണൻ രംഗത്തെത്തിയത്. ഹനീഫ വധക്കേസിൽ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്താൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശ്രമമുണ്ടായി. 63 വർഷമായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന താൻ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഗ്രൂപ്പിന്റെ പേരിൽ ഏറ്റുമുട്ടുന്ന കോൺഗ്രസ് പ്രവർത്തകർ മലർന്നു കിടന്ന് തുപ്പുകയാണെന്ന് CN ഓർമ്മപ്പെടുത്തി. രാഷ്ട്രീയ എതിരാളികൾക്കുള്ള ആയുധങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കോൺഗ്രസ് എല്ലാവരുടെയും പാർട്ടിയാണെന്നും ആരും കോൺഗ്രസിനെ സ്വന്തമാക്കാൻ ശ്രമം നടത്തേണ്ടെന്നും CN മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്വാശ്രയ മാനേജ്മെന്റുകളുമായി സർക്കാർ ഒപ്പിട്ട കരാറിൽ വർഷം തോറും 10% ഫീസ് വർധനയ്ക്ക് അനുമതി. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുമായി ഒപ്പിട്ട കരാറിലാണ് തോന്നുംപടി ഫീസ് വർദ്ധിപ്പിക്കാൻ അവസരം നൽകുന്നത്. സർക്കാർ സീറ്റിലും മാനേജ്മെന്റ് സീറ്റിലും ഒരേ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കരാറിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. MBBS പ്രവേശനം നേടുന്നവർക്ക് മെറിറ്റ് സീറ്റിൽ സർക്കാർ ഫീസ് എന്ന തത്വം അട്ടിമറിച്ചാണ് സ്വാശ്രയ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുമായുള്ള സർക്കാരിന്റെ കരാർ. ഫീസിൽ വർഷം തോറും 10% വർധനയ്ക്ക് മാനേജ്മെന്റുകൾക്ക് അനുമതി നൽകുന്ന കരാറിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. 2015-16 വർഷം പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ മെറിറ്റ് സീറ്റിലും മാനേജ്മെന്റ് സീറ്റിലും 4 ലക്ഷം രൂപ ഫീസായി നൽകണം. 2016-17 ഫീസ് 4,40,000 രൂപയായും 17-18 4,85,000 രൂപയായും മാനേജ്മെന്റുകൾക്ക് വർദ്ധിപ്പിക്കാം. ദന്തൽ സീറ്റുകളിലെ ഫീസായ 3 ലക്ഷം രൂപ 3,30,000 3,63,000 സമാനമായ രീതിയിൽ വർദ്ധിപ്പിക്കാമെന്നും മാനേജ്മെന്റുകളുമായി ഒപ്പിട്ട കരാറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മെറിറ്റ് അട്ടിമറിക്കുന്നതിനോടൊപ്പം വർഷം തോറും ഫീസ് വർദ്ധിപ്പിക്കുന്നതിനും അനുമതി നൽകുന്ന കരാർ നിലവിൽ വന്നതോടെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അർഹതയുള്ളവർ തഴയപ്പെടുമെന്ന് ഉറപ്പാണ്. MR സജേഷ്, തിരുവനന്തപുരം. പാലാ കർമ്മലീത്ത മഠത്തിൽ കന്യാസ്ത്രീ മരിച്ച സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. കോട്ടയം സ്വദേശി നാസറിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ളതായി പോലീസ് വ്യക്തമാക്കി. സിസ്റ്റർ അമലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോട്ടയം സ്വദേശി നാസറിനെ മാഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് ഭാഷ്യം. അമലയെ ഇയാൾ കൊന്നുവെന്ന് വെളിപ്പെടുത്തിയതായുള്ള വാർത്ത മാഹി CI കണ്ണൻ നിഷേധിച്ചു. അതേസമയം കോയമ്പത്തൂരിൽ ജോലിസ്ഥലത്ത് നിന്നും മാഹിയിലെത്തിയ നാസറിനെ സംശയാസ്പദമായി കസ്റ്റഡിയിലെടുത്തതാണെന്ന് പോലീസ് സമ്മതിക്കുന്നു. എന്നാൽ ഇയാൾ മദ്യപിച്ചിരുന്നതായും മാനസികാസ്വാസ്ഥ്യമുള്ളതായും പോലീസ് പറയുന്നു. തലശ്ശേരി മാഹി പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. രാത്രിയോടെ കോട്ടയത്ത് നിന്നുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി നാസറിനെ ചോദ്യം ചെയ്യും. പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 8 അംഗ സംഘങ്ങളായാണ് കേസ് അന്വേഷിക്കുന്നത്. സംഘം മഠത്തിലുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന. കൊല്ലപ്പെട്ട രാത്രി ജനലിനരികെ ഒരാളെ കണ്ടതായി സിസ്റ്റർ ജൂലിയ മൊഴി നൽകിയിട്ടുണ്ട്. 72 വയസ്സുള്ള മറ്റൊരു സിസ്റ്ററും മഠത്തിൽ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. സിസ്റ്റർ അമലയുടെ മൃതദേഹം നാളെ രാവിലെ കിഴത്തടിയൂർ പള്ളിയിൽ സംസ്കരിക്കും. കോട്ടയത്ത് നിന്നും റിപ്പോർട്ടർ പ്രശാന്തിനൊപ്പം കണ്ണൂരിൽ നിന്നും PV ജോഷില. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിക്കെതിരെ ശ്രീനാരായണ ധർമ്മവേദി. ഗുരുനിന്ദയാണ് വെള്ളാപ്പള്ളി നടത്തുന്നതെന്നും SNDPയുടെ പേരിൽ കോടികൾ തട്ടിയെടുത്തുവെന്നും ധർമ്മവേദി ആരോപിച്ചു. ജാതിയുടെ പേരിൽ സ്പർദ്ധ വളർത്തുകയാണ് വെള്ളാപ്പള്ളി നടത്തുന്നതെന്നും ധർമ്മവേദി കുറ്റപ്പെടുത്തി. അതേസമയം SNDP യോഗം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്നത് കള്ളപ്രചാരണമാണെന്നും ഞായറാഴ്ചത്തേത് യൂണിയൻ ഭാരവാഹികളുടെ യോഗമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല നിഴലിന് വേണ്ടി യുദ്ധം ചെയ്യല്ലേ, SNDP യോഗത്തിന് പാർട്ടി ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമേ ഇല്ല 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 എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞ്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കിച്ചേ തീരുള്ളൂ, അടിച്ച് BJPയുടെ പാളയത്ത് കയറ്റിയേ തീരുള്ളൂ എന്ന് ചിലർക്കൊക്കെ തോന്നി. ഞങ്ങളെന്ത് ചെയ്യും? ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ ഈ അഗ്നിപ്രളയം ഇങ്ങോട്ട് വരുമ്പോൾ പാമ്പും തവളയും എല്ലാം ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ അവർ ഒരു മാളത്തിൽ ചിലപ്പോൾ കയറിയെന്ന് വരികയല്ലേ. ഇവർ അടിച്ചങ്ങനെ കയറ്റണം നിർബന്ധമാണ് അവർക്ക്. 66 കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യം വരുമാനമുള്ളത് 6 കോടി മാത്രമേ SNDSന്റെ ബാലൻസ് ഷീറ്റിൽ വന്നുള്ളൂ. ബാക്കി 60 കോടി രൂപ എവിടെ?
ആ 60 കോടി ചെലവഴിച്ചുകൊണ്ടാണ് അദ്ദേഹം സാധാരണക്കാരുടെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ അല്ലെങ്കിൽ റൗഡിസം കാണിച്ചോ കാര്യങ്ങളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ നവോത്ഥാന മൂല്യങ്ങളെ ഇല്ലാതാക്കാനും ഹിന്ദുത്വ അജണ്ട പ്രചരിപ്പിക്കാനുമുള്ള വർഗീയ ശക്തികളുടെ നീക്കങ്ങളെ തിരിച്ചറിയണമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. മസ്കറ്റിൽ കൈരളി പീപ്പിൾ വാർത്താ സംഘത്തോട് സംസാരിക്കുകയായിരുന്നു കാരാട്ട്. കേരളം നേടിയ നവോത്ഥാന മൂല്യങ്ങളെ ഇല്ലാതാക്കാനാണ് ഹിന്ദുത്വ വർഗീയ ശക്തികൾ ശ്രമിക്കുന്നതെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. മസ്കത്തിൽ ശ്രീനാരായണ ഗുരു അനുസ്മരണ പ്രഭാഷണത്തിനെത്തിയ പ്രകാശ് കാരാട്ട് കൈരളി പീപ്പിൾ TVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഹിന്ദുത്വ ശക്തികൾക്കെതിരെ ആഞ്ഞടിച്ചത്. At this time in Kerala, the whole legacy of the social reform movement and the anti-caste movement, which was spearheaded by Sri Narayana Guru, is being sought to be appropriated and hijacked by forces whose ideology, philosophy and beliefs are totally contrary to that of the Guru. SNDP അടക്കമുള്ള ജാതി മത സംഘടനകളെ BJP ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. എന്നാൽ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുന്ന കേരളത്തിൽ ഹിന്ദുത്വ ശക്തികളുടെ അജണ്ട നടപ്പിലാവില്ലെന്നും പ്രകാശ് കാരാട്ട് കൂട്ടിച്ചേർത്തു. Hindutva forces who wish to impose their religious hegemony over the others, who wish to impose a narrow sectarian creed over others, they are seeking to be now appropriating the Guru's message, and the efforts to link up the SNDP with such forces will be a total betrayal of the message and legacy of the Guru. മതനിരപേക്ഷക്കെതിരായ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ഇടതുപക്ഷം എന്നും മുന്നിലുണ്ടാകുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. മസ്കത്തിൽ നിന്ന് T ജമാലുദ്ദീൻ. സൗദി മിസൈൽ ആക്രമണത്തിൽ കൊച്ചി മട്ടാഞ്ചേരി സ്വദേശി ഫറൂഖ് കൊല്ലപ്പെട്ടു. ഒരു മലയാളിക്ക് പരിക്കേറ്റു. ഫറൂഖ് കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞ ഞെട്ടലിലാണ് കൊച്ചി മട്ടാഞ്ചേരിയിൽ ബന്ധുക്കളും അയൽവാസികളും. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് രഹസ്യാന്വേഷണ രേഖകൾ. 1964 വരെ സുഭാഷ് ചന്ദ്രബോസ് ജീവിച്ചിരുന്നു. അമേരിക്കൻ, ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസികൾ നേതാജിയെക്കുറിച്ച് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടുകളിലാണ് ഇക്കാര്യമുള്ളത്. രേഖകൾ പശ്ചിമ ബംഗാൾ സർക്കാർ പരസ്യപ്പെടുത്തി. ശമ്പള ബോണസ് വർധനവ് ആവശ്യപ്പെട്ട് കോന്നി കല്ലേലിയിലെ ഹാരിസൺ എസ്റ്റേറ്റിലും തൊഴിലാളികൾ നടത്തിയ അനിശ്ചിതകാല സമരം ഒത്തുതീർന്നു. എല്ലാ മാസവും കൃത്യമായി ശമ്പളം നൽകാമെന്ന ധാരണയിലാണ് സമരം ഒത്തുതീർന്നത്. ലഭിക്കാനുള്ള ശമ്പളം ഈ ഞായറാഴ്ച നൽകുമെന്നും മാനേജ്മെന്റ് ഉറപ്പു നൽകി. കോന്നി ഹാരിസൺ കല്ലേലി തോട്ടത്തിൽ തൊഴിലാളികൾ നടത്തുവന്ന സമരം അവസാനിപ്പിച്ചു. നൽകാനുള്ള ശമ്പളം ഞായറാഴ്ച നൽകാമെന്ന മാനേജ്മെന്റിന്റെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ തൊഴിലാളി സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് താൽക്കാലികമായെങ്കിലും സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. 17-ാം തീയതി ലഭിക്കേണ്ടിയിരുന്ന ശമ്പളം മുടങ്ങിയതോടെയാണ് തോട്ടത്തിലെ മാനേജ്മെന്റ് ജീവനക്കാരെ ഉപരോധിച്ച് തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. ചർച്ചയ്ക്കിടെ കമ്പനിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചുവെന്ന ആക്ഷേപത്തെ തുടർന്ന് INTUC, AITUC പ്രാദേശിക നേതാക്കളെ തൊഴിലാളികൾ ഇടപെട്ട് ചർച്ചയിൽ നിന്നും ഒഴിവാക്കി. CITU ജില്ലാ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നപരിഹാരം ഉണ്ടായത്. അതേസമയം ഹാരിസന്റെ ജില്ലയിലെ 3 തോട്ടങ്ങളിലെയും തൊഴിലാളികളുടെ അടിസ്ഥാന ശമ്പളം 265 രൂപയിൽ നിന്നും 500 രൂപയാക്കി ഉയർത്തുകയും താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുകയും വേണമെന്നാവശ്യപ്പെട്ട് CITU സമരത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗ തീരുമാനത്തിന് ശേഷമാകും CITU പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വരിക. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. 2013-14 വർഷത്തെ ദേശീയ ടൂറിസം അവാർഡുകൾ രാഷ്ട്രപതി പ്രണബ് മുഖർജി വിതരണം ചെയ്തു. കേരള ടൂറിസം വകുപ്പിന് 4 അവാർഡുകൾ ലഭിച്ചു. സോമതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 6 സ്വകാര്യ സംരംഭങ്ങളും അവാർഡിന് അർഹരായി. മികച്ച വെൽനസ് സെന്ററിനുള്ള അവാർഡാണ് സോമതീരം ആയുർവേദ ഹോസ്പിറ്റൽ കരസ്ഥമാക്കിയത്. സോമതീരം മാനേജിംഗ് ഡയറക്ടർ ബേബി മാത്യു അവാർഡ് ഏറ്റുവാങ്ങി. ദ്രവീഡിയൻ ട്രയൽസ്, കോക്കനട്ട് ക്രീക്ക് ഫാം, കോക്കനട്ട് ലഗൂൺ, മരാരി ബീച്ച് റിസോർട്ട്, വിവാന്ത താജ് എന്നിവയാണ് അവാർഡിന് അർഹമായ മറ്റ് സ്ഥാപനങ്ങൾ. ഓവർസീസ് ടൂറിസത്തിനുള്ള അവാർഡ് അബുദാബിയിലെ ലുലു ടൂർസ് ആൻഡ് ട്രാവൽസിന് ലഭിച്ചു. വിനോദസഞ്ചാര മേഖലയിൽ കാഴ്ചവെക്കുന്ന പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത വിഭാഗങ്ങളിലായി സംസ്ഥാനങ്ങൾക്കും ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ സംരംഭങ്ങൾക്കും കേന്ദ്ര സർക്കാർ ടൂറിസം അവാർഡുകൾ നൽകുന്നത്. 4 അവാർഡുകളാണ് കേരള ടൂറിസം വകുപ്പിന് ലഭിച്ചത്.
ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ അവാർഡുകൾ ഏറ്റുവാങ്ങി. വിദേശ ഭാഷയിലുള്ള ബ്രോഷർ, ടൂറിസം ഫിലിം, വിവരസാങ്കേതിക വിദ്യയുടെ വിനിയോഗം, ഉത്തരവാദിത്വ ടൂറിസം എന്നീ വിഭാഗങ്ങളിലാണ് കേരളത്തിന് അവാർഡുകൾ ലഭിച്ചത്. കേരളത്തിന് അംഗീകാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ടൂറിസം മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. വളരെ സന്തോഷകരമായ കാര്യവും കേരള ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അംഗീകാരമായിട്ട് അതിനെ കാണുകയാണ്. വിവിധ വിഭാഗങ്ങളിലായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന 6 സ്വകാര്യ സംരംഭങ്ങൾക്കും അവാർഡുകൾ ലഭിച്ചു. മികച്ച വെൽനസ് സെന്ററിനുള്ള അവാർഡ് സോമതീരം ആയുർവേദ ഹോസ്പിറ്റൽ കരസ്ഥമാക്കി. The best wellness center award goes to the Somathiram Research Institute and Ayurveda Hospital, Thiruvananthapuram. സോമതീരം മാനേജിംഗ് ഡയറക്ടർ ബേബി മാത്യു അവാർഡ് ഏറ്റുവാങ്ങി. ടൂറിസം രംഗത്ത് കേരളം നടത്തുന്ന കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് അവാർഡ് നേട്ടമെന്ന് ബേബി മാത്യു സോമതീരം പറഞ്ഞു. കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് 4 അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്കും ഒരു അവാർഡുണ്ട്. സോമതീരത്തിന് ഏറ്റവും നല്ല വെൽനസ് സെന്ററിനുള്ള അവാർഡ് ഞങ്ങൾക്കുണ്ട്. ദ്രവീഡിയൻ ട്രയൽസ്, കോക്കനട്ട് ക്രീക്ക് ഫാം, കോക്കനട്ട് ലഗൂൺ, മരാരി ബീച്ച് റിസോർട്ട്, വിവാന്ത താജ് എന്നിവയാണ് അവാർഡിന് അർഹമായ മറ്റ് സ്ഥാപനങ്ങൾ. ഓവർസീസ് ടൂറിസത്തിനുള്ള അവാർഡ് അബുദാബിയിലെ ലുലു ടൂർസ് ആൻഡ് ട്രാവൽസിന് ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യ ബംഗ്ലാദേശ് A ടീമുകളുടെ പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യയെ തോൽപ്പിച്ചു. 65 റൺസിനാണ് ബംഗ്ലാദേശിന്റെ ജയം. ബംഗ്ലാദേശ് A ടീം ഉയർത്തിയ 253 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 187 റൺസിന് എല്ലാവരും പുറത്തായി. ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ച നാസിർ ഹുസൈൻ്റെ മികവിലാണ് ബംഗ്ലാദേശ് വിജയം ഉറപ്പിച്ചത്. 102 റൺസും 5 വിക്കറ്റും നേടിയ ഹുസൈനാണ് കളിയിലെ താരം. 56 റൺസെടുത്ത ഉന്മുക്ത് ചന്ദ് മാത്രമാണ് ഇന്ത്യൻ നിരയിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ത്യ ജയിച്ചിരുന്നു.